Respected cardamom planters, ഇപ്പോൾ ഉള്ള കാലാവസ്ഥ നമുക്ക് ഏലത്തിൻ്റെ കാലാവസ്ഥ ഭയങ്കര ചൂട് വന്നിട്ട് 2 ദിവസം ചെറിയ ചാറ്റുമഴ കിട്ടിയിട്ട് ഇപ്പോൾ പക്ക ചൂട് തുടങ്ങിയിട്ടുണ്ട്. ക്രൂരമായ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഈ ചൂട് സമയത്തെ നമുക്ക് വരുന്ന ഏലത്തിൻ്റെ പ്രശ്നം ത്രിപ്സ്, മെയിൻ പ്രശ്നം ത്രിപ്സ് ആൻഡ് സ്റ്റെം ബോറർ, പാനിക്കൽ ബോറർ. ഈ സ്റ്റെം ബോറർ, പാനിക്കൽ ബോറർ ഇപ്പോൾ യാർക്കും തൊന്തരവില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ അടിക്കുന്ന കെമിക്കൽ പക്ക സ്ട്രോങ്. എല്ലാവരും ഇതേപോലെ കെമിക്കൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന കെമിക്കൽ മാക്സിമം സ്പിനിറ്റോറം, ഇൻഡോക്സകാർബ്, സ്പിനോസാഡ്, ലാംഡാസൈക്ലോത്രീൻ, ക്ലോറൻട്രലിനി അങ്ങനെ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ബോറർ 100% കൺട്രോൾ എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. ബോറർ പറ്റി നമുക്ക് ഇനി ടെൻഷൻ ഇല്ല. ബട്ട് മേജർ പ്രശ്നം ത്രിപ്സ്. അപ്പോൾ ഈ ത്രിപ്സ് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? ഈ ചൂട് സമയത്തെ കൺട്രോൾ ഇല്ലാതെ എങ്ങനെ പോകുന്നുണ്ട്? ഈ ത്രിപ്സ് മാക്സിമം കൂടുതൽ വെറൈറ്റി ഉണ്ട്. ബട്ട് ഏലത്തിൻ്റെ ത്രിപ്സ് അതിൻ്റെ ബയോളജിക്കൽ നെയിം സിയോത്രിപ്സ് ഗാർഡമോമി. അങ്ങനെ പേരിലുള്ള ഈ ത്രിപ്സ് പക്ക ഡേഞ്ചറായിട്ട് നമുക്കുണ്ട്. ഇത് മഴക്കാലത്തെ ഉണ്ടാകുമ്പോൾ മേൽ ഫീമെയിൽ സെക്സുവൽ ചെയ്താൽ മാത്രം എഗ് ഫാം ആകും. ബട്ട് ചൂട് സമയത്തെ, ഇതുപോലെ ക്രൂരമായ ചൂട് സമയത്തെ വെർജിൻ ഫീമെയിൽ മാത്രം എഗ് ഉണ്ടാക്കും, മെയിൽ വേണ്ട. അങ്ങനെ ക്യാരക്ടർ സിയോത്രിപ്സ് ഗാർഡമോമി അതിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് ഇടുന്ന മുട്ട, ഈ ത്രിപ്സ് ഇടുന്ന മുട്ട 150 തൊട്ട് 300 മുട്ട അതിൻ്റെ ലൈഫ് പീരിയഡ് 25 ഡേയ്സ് അതിൽ ഇടും. അങ്ങനെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെങ്കിൽ നമുക്ക് മുട്ട പീരീഡ് 2 to 4 ഡേയ്സ്, ലാർവ പീരീഡ് 2 to 4 ഡേയ്സ്. ലാർവ പീരീഡിൽ നമുക്ക് ചെറിയ തൊന്തരവ് കാണിക്കും. ആൻഡ് പ്യൂപ്പ സ്റ്റേജ് ഒരു 4 ഡേയ്സ്, അത് കുഴപ്പമില്ല. പിന്നെ അഡൽട്ട് സ്റ്റേജ് ആയിട്ട് ഈ ബ്ലാക്ക് ത്രിപ്സ് ആയിട്ട് ഇലപ്പേന്, இந்த സെറപ്പേന് അങ്ങനെ മാറുമ്പോൾ അത് 25 ഡേയ്സ് നമുക്ക് ഡാമേജ് കാണിക്കും. 25 ഡേയ്സ് ഇത് നമ്മുടെ ചരത്തിൻ്റെ പോളയ്ക്ക് അകത്തെ ഇരുന്ന് ചാറ് വലിച്ച് കുടിച്ച് ഇത് കംപ്ലീറ്റ്ലി ചരത്തെ വന്നിട്ട് ഇപ്പോൾ ആൾക്കാരെല്ലാവരും ആ ചരം നോക്കിയിട്ട് ബാക്ടീരിയൽ ഡിസീസിന് പറയുന്നുണ്ട്. അത് ബാക്ടീരിയൽ ഡിസീസ് അല്ല. ഈ ത്രിപ്സ് ചാറ് വലിച്ചിട്ട് രാത്രി പകൽ മൊത്തം 25 ദിവസം ചാറ് വലിക്കുമ്പോൾ അങ്ങനെ ഉരുമാറി ആ ചരത്തിൻ്റെ ഗെറ്റപ്പ് മാറുന്നുണ്ട്. അപ്പോൾ ഈ ത്രിപ്സ് തൊന്തരവ് കൊണ്ട് നമുക്ക് ആ ചരത്തിൻ്റെ നിലമ ഉണ്ട്. അപ്പോൾ ഈ ത്രിപ്സ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യണം? കംപ്ലീറ്റ്ലി ക്ലീൻ കവാത്ത്, മാനുവൽ മെത്തേഡ് ക്ലീൻ കവാത്ത്. ഈ ഇലയുടെ കരിഞ്ഞ ഇല മൊത്തം ഊരിയെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ത്രിപ്സിൻ്റെ കൺട്രോൾ പക്കാവായിട്ട് മാക്സിമം കിട്ടും. അടിക്കുന്ന മരുന്ന് കറക്റ്റ് പോയി ഈ ത്രിപ്സിലെ പെടുന്ന ചാൻസസ് കൂടുതൽ. ഈ ത്രിപ്സ് ജീവിക്കുന്ന സ്ഥലം മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യണം. ഒന്ന്. സെക്കൻഡ്, പക്കാവായിട്ട് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് അടിച്ച് ഇത് കൊല്ലണം. അതോട് ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുന്നത് കറക്റ്റ് 20 to 25 ദിവസത്തിൽ ഈ ചൂട് സമയത്തെ, ഈ ജനുവരി തൊട്ട് മെയ് വരയ്ക്കും ഉള്ള കാലങ്ങളിൽ നമുക്ക് 20 തൊട്ട് 25 ദിവസം ഉള്ളിൽ അടിച്ചാൽ മാത്രം ഈ ത്രിപ്സിൻ്റെ കൺട്രോൾ കിട്ടും. ത്രിപ്സ് കൺട്രോൾ കിട്ടുന്ന മരുന്ന് കൂടെ നിങ്ങൾ 30-35 ദിവസത്തിൽ അടിക്കുമ്പോൾ ഇത് കൺട്രോൾ കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ 1 തപ്പിച്ചാലും 1-2 തപ്പിച്ചാലും ഇതുതാ 150-300 മുട്ട ഇടുന്ന ക്യാരക്ടർ അല്ലേ.
വെർജിൻ ഫീമെയില് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഗ് ഇടുന്ന ക്യാരക്ടർ അല്ലേ? അതുകൊണ്ട് പട്ടുന്ന് 1, 2 തപ്പിച്ചാളും നമുക്ക് അടുത്ത് ഒരു ആഴ്ച കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയിടും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറുപടിയും മരുന്നടിച്ച 10ാമത് ദിവസം, മരുന്നടിച്ച 7ാമത് ദിവസം നമുക്ക് ത്രിപ്സ് അറ്റാക്ക് വീണ്ടും തുടങ്ങും. അപ്പോൾ ഒരു ചരത്തിലെ കയറിയ ഇത് ഒരു ചരത്തിൽ മാത്രം ഉണ്ടായിട്ട ആ ചരത്തിൽ ഇതിൻ്റെ ഫുഡ് കിട്ടുമ്പോൾ ഇത് തൊട്ടടുത്തുള്ള ഇന്നൊരു ചരത്തിക്ക് പോകുന്നില്ല. ആ ചരത്തിലെ മൊത്തം വലിച്ചിട്ട് ഈ ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്ന ആ സ്റ്റൈലിലെ കംപ്ലീറ്റ് അത് ചാറ് വലിച്ചിട്ട് പിന്നെ അടുത്ത ചരത്തേക്ക് പോകും. ഇപ്പോൾ ഉള്ള തോട്ടത്തിൽ നോക്കുമ്പോൾ ഈ 50 ചരം ഉള്ള ആൾക്കാർക്ക് കൂടെ ഈ 3, 4, 5 സറങ്ങളിൽ മാത്രം ഇതിൻ്റെ തൊന്തരവുണ്ട്. അത് കംപ്ലീറ്റ് തീർന്ന പുറയിൽ ഇത് 6ാമത് 7ാമത് ചരത്തേക്ക് മാറും. അതുവരെ ഇത് റിസ്ക് എടുത്ത് അങ്ങനെ മാറുന്നില്ല. അതും ഒരു ക്യാരക്ടർ. സോ ഇങ്ങനെ മരുന്നടിക്കുമ്പോൾ 20 ഡേയ്സ് 25 ഡേയ്സ് ഉള്ളിൽ മരുന്ന് പോകുമ്പോൾ ഇതിൻ്റെ കൺട്രോള് നമുക്ക് കൈക്കൊള്ളിയിരിക്കും. അതിൻ്റെ മേലെ നമുക്ക് പോകുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. അതോട് പ്ലാന്റേഴ്സ് ഉപയോഗിക്കുന്ന കെമിക്കൽ പൈറിത്രൈഡ് ഗ്രൂപ്പ് കെമിക്കൽ ആണെങ്കിൽ പിന്നെ വേറെ കെമിക്കൽ ഉണ്ട്. വേറെ ബയോ കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ കേട് ചെയ്യുന്ന കെമിക്കൽ ആണെങ്കിൽ ഇത് ത്രിപ്സും ബോററും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ തോട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യக்கூடிய പൂച്ചികളും ചേർത്ത് ഇത് കൊള്ളുന്നുണ്ട്. ഉദാഹരണം സ്പൈഡർ, ഈ 8 പൂച്ചി, എയർവിക്സ്. ഈ എയർവിക്സ് എന്ന് പറയുന്ന കാത് പൂച്ചി, റെട്ടവാളൻ എന്ന് പറയുന്ന പൂച്ചയുണ്ട്. ഈ ഇലയെ ഊരി നോക്കുമ്പോൾ ഈ ത്രിപ്സിലിരുന്ന് ഒരു സൈസ് കൂടിയ ഒരു പൂച്ചി ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു പൂച്ചി കാണും. ആ പൂച്ചിയുടെ പേര് റെട്ടവാളൻ പൂച്ചി. ഈ റെട്ടവാളൻ പൂച്ചി ത്രിപ്സിന് ആൾക്കാർ കൂടെ ചില പേർ ഓർക്കും, അങ്ങനെയല്ല. ഇത് റെട്ടവാളൻ, ഇതിൻ്റെ ഫുഡ് നമ്മുടെ ത്രിപ്സ്. അപ്പോൾ ഈ സ്പൈഡർ ഉണ്ടെങ്കിൽ, ഒരു തോട്ടത്തിൽ സ്പൈഡർ ഉണ്ടെങ്കിൽ നമുക്ക് ബോറർ വയ്ക്കുന്ന ആ ലാർവ അഡൽട്ട് പൂച്ചി വയ്ക്കുന്ന ലാർവ ഉണ്ടാക്കുന്ന ആ മുട്ട മൊത്തം കളിക്കുന്ന സാധനം ഈ സ്പൈഡർ. അതുപോലെ ഈ ത്രിപ്സ് ഉണ്ടാക്കുന്ന മുട്ട മൊത്തം കളിക്കുന്നത് ഈ എയർവിക്സ് എന്ന് പറയുന്ന റെട്ടവാളൻ, അതോട് റെഡ്വിഡ്, അങ്ങനെ ബഗ്സ് ഉണ്ട്. ആ ബഗ്സും കൂടെ നമുക്ക് ത്രിപ്സുடைய മുട്ട കളിക്കും. അപ്പോൾ ഇപ്പോൾ അടിക്കുന്ന കെമിക്കൽ ഇതുപോലെ സാധനം ഒരു ഹെവി ഡോസ് എന്ന് പറയുന്ന ആ പൈറിത്രൈഡ് ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് നന്മ ചെയ്യக்கூடிய ഈ പൂച്ചി മൊത്തം മടിയുന്നുണ്ട്. നമ്മളുടെ വരുമാനത്തെ ബാധിക്കുന്ന ഹെർബിവോറസ് എന്ന് പറയുന്ന ഇൻസെക്ട്, ത്രിപ്സ്, മൈറ്റ്സ്, സ്കെയില്, ബോറർ, ഇത് കൊല്ലக்கூடிய പ്രാണി നരഭോജി നമുക്ക് ഉണ്ട്. ഈ പ്രാണി നരഭോജി ഈ സ്പൈഡർ, എയർവിക്സ് ആൻഡ് റെട്ടവാളൻ, റെഡ്വിഡ്, ബഗ്സ്. അപ്പോൾ ഇത് സാകുമ്പോൾ நம்மளோட கெமிக்கல் இதை கொள்ளும்போது நமக்கு ஹெர்பிவோரோஸாக இருக்கக்கூடிய, நமக்கு தீங்கு விளைவிக்கக்கூடிய, നമുക്ക് കേട് ചെയ്യുന്ന പൂച്ചി മൊത്തം കൂടുതൽ ഡെവലപ്പ് ആകുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് ഈ പുനരുത്ഥാനം എന്ന് പറയുന്ന റീസർജൻസ് അത് കൂടിപ്പോകും. റീസർജൻസ് കൂടുമ്പോൾ കേട് ചെയ്യുന്ന പൂച്ചി, നമുക്ക് ഡാമേജ് ചെയ്യുന്ന പൂച്ചി ദാസ്തി ഉണ്ടായിടും. സോ ഈ പ്രാണി നരഭോജി അങ്ങനെ ഈ കനബാലിസം നമുക്ക് ചെയ്താൽ മാത്രം, നന്മ ചെയ്യக்கூடிய പൂച്ചികൾ അധികപ്പെടുത്തിയാൽ മാത്രം ഓട്ടോമാറ്റിക്കലി ബയോളജിക്കൽ കൺട്രോൾ കിട്ടും. നമുക്ക് ക്ലീൻ കവാത്ത് ആൻഡ് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് കറക്റ്റ് ഡോസിൽ
അടിക്കുന്ന മെത്തേഡ്. 20 to 25 ദിവസം ഉള്ളിൽ മരുന്ന് ചെയ്യുന്ന മെത്തേഡ്. ഓട്ടോമാറ്റിക്കലി ത്രിപ്സ് പക്ക കൺട്രോൾ. നെക്സ്റ്റ്, ഈ ബാക്ടീരിയൽ ഡിസീസിന്റെ സിംറ്റം ഞാൻ പറയാം. ബ്ലൈറ്റ്, ഇല കരിച്ചൽ. ബ്ലൈറ്റ് എന്ന് പറയുന്നത് ലീഫ് ബ്ലൈറ്റ്, ഇല കരിച്ചലാകും. 1. 2, ലീഫ് സ്പോട്ട് ഡിസീസ്, ഈ ഇല പുള്ളി നോയ്. ഇത് മഞ്ഞ കളറായിട്ട് ഇലയുടെ താഴത്തെ ഭാഗം നോക്കുമ്പോൾ, അടിവശം നോക്കുമ്പോൾ നമുക്ക് ഇല പുള്ളി കാണിക്കും. ഈ പുള്ളി കൂടുതൽ ഡെവലപ്പ് ആയിട്ട് ഈ യെല്ലോ കളർ പുള്ളി മൊത്തം വലുതായിട്ട് ഇല തീ പിടിച്ചതുപോൽ മാറും. ആൻഡ് ഈ സ്റ്റെമ്മിൽ, നമുക്ക് ഏലത്തിൻ്റെ സ്റ്റെമ്മിൽ ഇടയ്ക്ക് കറുത്ത പുള്ളി കാണും. ആ പുള്ളി വലുതായി നമുക്ക് വലിയ ഒരു പുള്ളി, പെരിയ ഒരു റൗണ്ട് കാണിക്കും. പിന്നെ അടുത്ത് ആ സ്റ്റെമ്പ് ചെറിയ കാറ്റടിച്ചാലും ഒടിഞ്ഞു വീഴും. ഈ സിംറ്റം മാത്രം ബാക്ടീരിയൽ ഡിസീസ്. ഇതിൻ്റെ കൺട്രോൾ മെത്തേഡ് നമുക്ക് മാക്സിമം ഈ കെമിക്കൽ, ഈ ബാക്ടീരിയസൈഡ് ആൻഡ് നമുക്ക് ബാക്ടീരിയ മൈസിൻ അത് കൊടുക്കുന്ന ഒരു മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ക്വാളിറ്റി ഇല്ല. ബെസ്റ്റ് മെത്തേഡ് ഇതിനു വേണ്ടി മാത്രം നമുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ബയോ മെത്തേഡ് ഉണ്ട്. ഈ മരുന്നുക്കും നെക്സ്റ്റ് ഒരു കെമിക്കൽക്ക് ഇടയ്ക്ക് ഈ ബേസിലസ് തുറിഞ്ചിയൻസിൻ പറയുന്ന BT, ആ സാധനം മാത്രം ഒന്ന് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത 100% അത് കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് ഈ ബാക്ടീരിയൽ ഡിസീസിന് നമുക്ക് ഒരു സിസ്റ്റമിക് കോണ്ടാക്ട്, ഫംഗിസൈഡ്, ഇൻസെക്ടിസൈഡ് കൂടെ ചേർന്ന് കമ്പാബിലിറ്റി ആകുന്ന സ്റ്റൈലിൽ ഉള്ള കെമിക്കൽ ചേർത്ത് വിട്ടാൽ മതി. ബാക്ടീരിയൽ ഡിസീസ് തീർന്നു. നെക്സ്റ്റ്, നമുക്ക് ഈ ബോറർ ത്രിപ്സ് മൈറ്റ്സ് സ്കെയിൽ, ഇതിൻ്റെ ഇനി അടുത്ത ചൂട് വന്നിട്ട് അടുത്ത ഒരു ചെറിയ മഴ കിട്ടിയാലും ഈ ഏപ്രിൽ മെയ് ഭയങ്കര ചൂട് വരാൻ പോകുന്നുണ്ട്. ഇടയ്ക്ക് മഴയും കിട്ടുമായിരിക്കും. അങ്ങനെ വന്നാലും കൂടെ ഈ ത്രിപ്സ്, ബോറർ, ദോസ്തി നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്റ്റൈലിൽ നമുക്ക് കവാത്തും 20 to 25 ദിവസത്തിനുള്ളിൽ മരുന്നും കറക്റ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് അന്ത പ്രശ്നം ഇല്ലാതെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡിൽ ഡിസംബർ തൊട്ട് ജനുവരി, ഫെബ്രുവരി ഈ 3 മാസവും കറക്റ്റ് 25 ദിവസത്തിൽ ഒന്ന് മരുന്ന് പോകുന്നുണ്ട്. ഈ ഡിസംബർ നോവ സൂപ്പർ മിത്തർ, പിന്നെ 25 ദിവസം കഴിഞ്ഞ് നമുക്ക് ടീ ഗോൾഡ് 5D, പിന്നെ അതിനടുത്ത് ഒരു 25 ദിവസം കഴിഞ്ഞ് ഹൈനസ് എന്ന് പറഞ്ഞ നോവ കമ്പനിയുടെ ഒരു തയക്കോളോപ്രേഡ് കെമിക്കലിൻ്റെ ഒരു സാധനം. ഇപ്പോൾ നെക്സ്റ്റ് നാളെ തൊട്ട് സൂപ്പർ സെസ്റ്റ് കെമിക്കൽ അടിക്കാൻ പോവുക. ഇതുവരെ ഈ ഫീൽഡിൽ ബോറർ ത്രിപ്സ് എന്ത തൊന്തരവില്ല. ഇനി 4 അടിക്കുന്ന സൂപ്പർ സെസ്റ്റും അടിപൊളി കൺട്രോൾ മരുന്ന്. അത് അടിക്കുമ്പോൾ നമുക്ക് വീണ്ടും 25 ദിവസത്തിൽ അടുത്ത മരുന്ന് റെഡി ആകണം. ஆனால் നമുക്ക് പ്രോബ്ലം വരത്തില്ല. അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മുടെ ഏലച്ചെടിയിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്ന പൂച്ചികളെ കൊല്ലുന്ന പ്രീഡേറ്റർ, നമ്മുടെ നന്മ ചെയ്യக்கூடிய പൂച്ചികളെ കളയാതെ എക്കോ ഫ്രണ്ട്ലി കെമിക്കൽ യൂസ് ചെയ്ത് നമ്മുടെ ഏലച്ചെടിയെ, ഏലക്കൃഷിയെ സംരക്ഷിക്കുക. താങ്ക് യു റെസ്പെക്റ്റഡ് മൈ ഡിയർ ഗാർഡൻ പ്ലാന്റേഴ്സ്.